Dear students, today we will discuss our language text, American literature. English American literature, first chapter, Arthur Miller, All My Sons, American drama. An introduction. American drama around Arthur Miller. Beginning of American drama to 1600 to 1700. This history of American literature begins with the arrival of English-speaking Europeans in what would become the United States. അതായത് അമേരിക്കൻ ലിറ്ററേച്ചറിന്റെ തുടക്കം എന്ന് പറയുന്നത് യൂറോപ്യൻകാര് അമേരിക്കയിൽ എത്തിച്ചേർന്നതോടുകൂടിയിട്ടാണ്. അറ്റ് ഫസ്റ്റ് അമേരിക്കൻ ലിറ്ററേച്ചർ വാസ് നാച്ചുറലി കൊളോണിയൽ ലിറ്ററേച്ചർ. ആദ്യകാലങ്ങളിൽ അമേരിക്കൻ സാഹിത്യം എന്ന് പറയുന്നത് ഒരു കൊളോണിയൽ ലിറ്ററേച്ചർ, അതായത് കോളനിയുമായി ബന്ധപ്പെട്ട സാഹിത്യമായിരുന്നു. ബൈ ഓതേഴ്സ് ഹൂ വർ ഇംഗ്ലീഷ്മെൻ, അതായത് ഇംഗ്ലീഷുകാരായിരുന്നു ഈ ലിറ്ററേച്ചറിന്റെ ഓതേഴ്സ്. ആൻഡ് ഹൂ തോട്ട് ആൻഡ് റോട്ട് ആസ് സച്ച് ജോൺ സ്മിത്ത്, എ സോൾജിയർ ഓഫ് ഫോർച്യൂൺ, ഈസ് ക്രെഡിറ്റഡ് വിത്ത് ഇനീഷ്യേറ്റിംഗ് അമേരിക്കൻ ലിറ്ററേച്ചർ. His chief books included A True Relation of Virginia and the General History of Virginia, New England and the Summer Isles. Although these volumes often glorified their author, they were outwardly written to explain colonizing opportunities to Englishmen. അതായത് ആദ്യകാല അമേരിക്കൻ സാഹിത്യത്തില് ഇംഗ്ലീഷുകാർക്ക് എങ്ങനെ അവസരങ്ങൾ ലഭിച്ചു, അതായത് അമേരിക്കയിലെ കോളനി വൽക്കരണത്തിന് വേണ്ടി എങ്ങനെ അവസരങ്ങൾ ലഭിച്ചു ഇംഗ്ലീഷുകാർക്ക് എന്നതിനെ കുറിച്ചുള്ള ചരിത്രപരമായിട്ടുള്ള എഴുത്തുകളായിരുന്നു അമേരിക്കൻ സാഹിത്യത്തിൽ ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നത്. ഇൻ ടൈം ഈച്ച് കോളനി വാസ് സിമിലർലി ഡിസ്ക്രൈബ്ഡ്. ഓരോ സമയത്തും ഓരോ കോളനിയെയും ഡാനിയൽ ഡെൻഡൻസ് ബ്രീഫ് ഡെസ്ക്രിപ്ഷൻ ഓഫ് ന്യൂയോർക്ക്, വില്യം പെൻസ് ബ്രീഫ് അക്കൗണ്ട് ഓഫ് ദി പ്രോവിൻസ് ഓഫ് പെൻസിൽവാനിയ and Thomas Ash's Carolina were only a few of many works praising America as a land of economic promise. അതായത് അമേരിക്കൻ സാഹിത്യം പരിശോധിച്ചാൽ നമുക്ക് അറിയാൻ സാധിക്കും ആദ്യകാലങ്ങളില് അമേരിക്ക എങ്ങനെ ഒരു സാമ്പത്തിക സമ്പന്ന രാഷ്ട്രമായി മാറി എന്ന കാര്യങ്ങളാണ് അമേരിക്കൻ ചരിത്രത്തിൽ പറയുന്നത്. ഓൺ ഓഗസ്റ്റ് 27, 1665, വില്യം ഡാർബി, Cornelius Watkinson and Philip Howard performed the first known play in America entitled A Bear and a Cub, The Bear and the Cub. അതായത് ആദ്യമായിട്ട് 1665 ഓഗസ്റ്റ് 27 വില്യം ഡാർബി, അതേപോലെ തന്നെ കോർണേലിയസ് വാക്കിൻസ്റ്റൺ ആൻഡ് ഫിലിപ്പ് ഹോവാർഡ്, ഇവര് ആദ്യത്തെ പ്ലേ, അതായത് ഫസ്റ്റ് നോൺ പ്ലേ ഇൻ അമേരിക്കയിലെ ആദ്യത്തെ എന്താ പറയുന്ന നാടകം എൻടൈറ്റിൽഡ് എ ബെയർ ആൻഡ് എ ക്യൂബ്, മോഡേൺ രീതിയിൽ പറയുമ്പോൾ ദ ബിയർ ആൻഡ് ദ കബ്. ഡാർബി റോട്ട് ദ പ്ലേ ആൻഡ് ദ ട്രൂപ്പ് പെർഫോംഡ് അറ്റ് ദ ഫോക്സ് ടാവേൻ ഇൻ അക്കോമാക്, വെർജീനിയ. അതായത് ഇതിന്റെ ഓതർ എഴുതിയത്, ഈ പ്ലേ എഴുതിയത്, നാടകം എഴുതിയത് ഡാർബി ആയിരുന്നു. അത് പെർഫോം ചെയ്തത് ഫോൾക്സ് ടാവേൻ ഇൻ അക്കോമാക്. The play drew a strong and immediate reaction from one audience member, an Edward Martin, who claimed the play was profane and blasphemous. The first play, Androboros, was written by Robert Hunter, an English governor in the 17th century, to benefit the students to practice their speech skills in their careers such as business and law in several colonies. ആദ്യമായിട്ട് ആദ്യത്തെ പ്ലേ അല്ലെങ്കിൽ ദ ഫസ്റ്റ് പ്ലേ ആൻഡ്രോബോറോസ് 1774 അത് എഴുതപ്പെട്ടത്. അത് എഴുതിയത് റോബർട്ട് ഹണ്ടർ, ഒരു ഇംഗ്ലീഷ് ഗവർണറാണ് അദ്ദേഹം. ഇൻ 17th century, 17ാം നൂറ്റാണ്ടിലെ ഇംഗ്ലീഷ് ഗവർണർ ആയിരുന്ന റോബർട്ട് ഹണ്ടർ ആണ് ഈ പ്ലേ ആദ്യമായിട്ട് എഴുതിയത്. അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ടു ബെനിഫിറ്റ് ദ സ്റ്റുഡൻസ് ടു പ്രാക്ടീസ് ദർ സ്പീച്ച് സ്കിൽസ്, അതായത് വിദ്യാർത്ഥികൾക്ക് അവരുടെ സംസാരിക്കാനുള്ള ആ കഴിവ് വികസിപ്പിക്കാൻ, അവരുടെ കരിയറിൽ
അവരുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. സച്ചാസ് ബിസിനസ് ആൻഡ് ലോ ഇൻ സെവറൽ കോളനീസ്, അതായത് പല കോളനികളിലും ബിസിനസ്സും അതേപോലെ നിയമവും എല്ലാം എന്താ പറയുന്നത്, ബിസിനസ്സിൽ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ നിയമ മേഖലകളിൽ പ്രവർത്തിക്കുന്നവ സ്റ്റുഡൻസിന് അവരുടെ സ്പീച്ചിങ് സ്കില്ല് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്ലേ ആദ്യമായിട്ട് എഴുതിയത്. There were many popular plays during the period. ആ സമയത്ത് പ്രശസ്തമായ പല പ്ലേകളും ഉണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ടതാണ് ദ പാക്സ്റ്റൺ ബോയ്സ്, 1732-ലാണത്. അതേപോലെ ട്രയൽ ഓഫ് ആറ്റിക്കസ് 1771-ല്, ഹൂസ് ഓതർഷിപ്പ് ഈസ് നോട്ട് നോൺ, ആൻഡ് റോബർട്ട് മുൻഫോർഡ്സ് ദ കാൻഡിഡേറ്റ്സ് ഓഫ് ദി ഹോമേഴ്സ് ഓഫ് എ വെർജീനിയൻ election. During 1750s, a group of British professional actors formed a touring circuit which was known as the American Company. In the 1760s, who staged a play, The Prince of Parthia, a tragedy by Thomas Godfrey, the first professional production of a play written in America. ഇനി നമ്മൾ പറയുന്നത് 1800-കളിലെ അമേരിക്കൻ ഡ്രാമയെ കുറിച്ചാണ്. Melodrama was introduced by William Dunlap in his plays, the most accepted dramatic form in the 19th century, which had the most important characteristic dramatic conflict. His plays were adaptations or translations from the French and German. Major John Andre, who was a protagonist in his Dunlap's play, Andre had shown magnificent qualities by saving a young American captain despite George Washington's unqualified antagonism towards him for conspiring to destroy an American garrison. In the 19th century, the most of the plays written in America were mainly produced for commercial purposes. അതായത് 19-ാം നൂറ്റാണ്ടിലെ അമേരിക്കൻ നാടകങ്ങൾ രചിക്കപ്പെട്ടത് ഭൂരിഭാഗവും വാണിജ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. Commercial purposes to benefit the heterogeneous public residing all over America, whose primarily interest was seeing the shows and their favorite actors performing in these places. അതായത് 19-ാം നൂറ്റാണ്ടിലെ അമേരിക്കയിൽ രചിക്കപ്പെട്ട പ്ലേകളുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് അമേരിക്കയിൽ തന്നെ താമസിക്കുന്ന വൈവിധ്യം നിറഞ്ഞ ആളുകൾക്ക് ഈ പ്ലേകൾ കാണാനും അതേപോലെ അവരുടെ ഇഷ്ടപ്പെട്ട താരങ്ങളെ അല്ലെങ്കിൽ ആക്ടേഴ്സിന്റെ പെർഫോമൻസ് ആസ്വദിക്കാനും വേണ്ടിയിട്ടാണ്. വൺ ഓഫ് ഡൺലപ്പ് contemporaries, James Nelson Barker, produced some of the best known works, Marmion and Superstition, The Indian Princess. Some other was Metamora by John Augustus Stone. The popularity of the Indian plays that began in 1820s continued through 1840s. അതായത് 1820-കൾ മുതലാണ് ഇന്ത്യൻ പ്ലേയേഴ്സിന്റെ പോപ്പുലാരിറ്റി, പ്രശസ്തി വർദ്ധിച്ചു തുടങ്ങിയത്. അത് 1840 വരെ നീണ്ടു നിന്നു എന്നാണ് പറയുന്നത്. There was a shift in focus from a nationalistic cause to aesthetic values or for romanticism in the early 19th century. 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ഭാഗങ്ങളിൽ there was a shift in focus from a nationalistic cause, അതായത് ദേശീയപരമായിട്ടുള്ള കാരണങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മൂല്യങ്ങളിൽ നിന്ന് റൊമാൻറ്റിസിസത്തിലേക്ക് ഉള്ള ഒരു മാറ്റം. An extremely popular actor, Edwin Forrest, inspired the writing of American romantic play. Farniska da Rimini, a romantic verse staged by George Henry Boker, was the best American play of the time. Some of the other American tragedies were Brutus, The Fall of Tarquin by John Howard Payne, and The Gladiator by Robert Montgomery Bird. These simply promoted the aesthetic values of romanticism without furthering the cause of the American drama. Annual awards for new plays with American themes introduced by Edwin Forrest in 1828, which was first received by Metamora. Harriet Beecher Stowe in his novel Uncle Tom's Cabin was represented the racial, social and economic tensions in America that brought about the Civil War. അതായത്
അമേരിക്കയിൽ ആഭ്യന്തര കലാപം നടന്നപ്പോൾ ഉണ്ടായിരുന്ന സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ടെൻഷനുകളും എല്ലാം ആധാരമാക്കിക്കൊണ്ടാണ് ഹാരിയറ്റ് ബീച്ചർ സ്റ്റോൺ തന്റെ പ്രശസ്തമായ നോവൽ അങ്കിൾ ടോംസ് ക്യാബിൻ രചിച്ചത്. ഇനി ഇൻ ദ 20th century GL Aiken familiarized the novel on the stage all over America and was a great success. അപ്പൊ 20ാം നൂറ്റാണ്ടിൽ, അതായത് 19ാം നൂറ്റാണ്ടിലാണ് അങ്കിൾ ടോം ഈ നോവൽ രചിച്ചതെങ്കിലും 20ാം നൂറ്റാണ്ട് ആയപ്പോഴേക്കും GL ഐക്കൻ ഈ നോവലിനെ ഒരു പ്ലേ ആയിട്ട് സ്റ്റേജിൽ അവതരിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ആദ്യമായിട്ട് ഒരു പ്ലേ അവതരിപ്പിക്കപ്പെട്ടു. അതൊരു വലിയ വിജയവുമായി തീർന്നു. American drama in the 90th century was the most widespread dramatic genre called melodrama. 19ാം നൂറ്റാണ്ടിലെ അമേരിക്കൻ ഡ്രാമയെ ഭൂരിഭാഗവും വളരെ വിശാലമായ ഇതിൽ പറയുകയാണെങ്കിൽ അത് മെലോ ഡ്രാമ എന്നാ പറയുന്നത്. ഇറ്റ് വാസ് ലൈക്ക് ദ ഹിന്ദി സിനിമ വേർ എ സ്ട്രോങ് ഹീറോ സേവ്സ് ദ ഹീറോയിൻ ഫ്രം എ ക്രൂവൽ വില്ലൻ ഹു ട്രബിൾസ് ദ ഹീറോയിൻ. അതായത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹിന്ദി സിനിമ പോലെ, അതായത് ഹീറോയിനെ വില്ലനിൽ നിന്ന് രക്ഷിക്കുന്ന ഹീറോ. It used to represent issues of family, social position and wealth, a preoccupation of every individual. അതായത് സാമൂഹ്യപരമായിട്ടുള്ള കാര്യങ്ങൾ, സമ്പത്ത്, അതേപോലെ തന്നെ കുടുംബ ബന്ധങ്ങൾ, ഇതെല്ലാം ഒരു ഇൻഡിവിജ്വൽ നേരിടുന്ന ഈ വക കാര്യങ്ങളെല്ലാമാണ് ഈ പ്ലേയിലെ വിഷയങ്ങളായിരുന്നു, സബ്ജക്റ്റ് ആയിരുന്നത്. The great flexibility of those play made them easily adaptable to any type of audience. ഇനി ഇത്തരം പ്ലേകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് ഏത് തരം ഓഡിയൻസിനാണെങ്കിലും പെട്ടെന്ന് അഡാപ്റ്റബിൾ ആയിരിക്കും. അതായത് ഏത് തരത്തിലുള്ള കാഴ്ചക്കാരാണെങ്കിലും അവരത് പെട്ടെന്ന് സ്വീകരിക്കുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ അവർക്കത് പെട്ടെന്ന് സ്വീകരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലേകളായിരുന്നു അക്കാലങ്ങളിൽ ഉണ്ടായിരുന്നത്. Realism in drama occurs when a play resemble real life, such as showing political events that occurred within a country. ഇനി ഒരു ഡ്രാമയിലെ റിയലിസം എന്ന് പറഞ്ഞാൽ ആ ഡ്രാമയിലൂടെ പറയുന്നത് യഥാർത്ഥ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ, അല്ലെങ്കിൽ ഡ്രാമയിലൂടെ റിയൽ ലൈഫിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ റിയൽ ലൈഫിലുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള സംഭവങ്ങൾ, ഒരു രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ സംഭവിച്ച രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ റിയൽ ലൈഫിൽ നേരിട്ട കാര്യങ്ങളാണ് ഡ്രാമയിൽ പറയുന്നതെങ്കിൽ അതിന് നമുക്ക് പറയാൻ കഴിയും ആ ഡ്രാമയിൽ റിയലിസം ഉണ്ടെന്ന് പറയാനായിട്ട് സാധിക്കും. Realism in drama occurs when a play resembles real life, such as showing political events that occurs within a country. Depending on the era, these events were relevant to society. But until the late 1860s, the depictions were not common on stage. ഇനി കാലഘട്ടത്തെ അടിസ്ഥാനപ്പെടുത്തി these events were relevant to society. ഈ സംഭവങ്ങൾ സമൂഹത്തിന് അത്യാവശ്യമാണ്, അല്ലെങ്കിൽ സമൂഹവുമായിട്ട് താദാത്മ്യം പ്രാപിക്കുന്നതാണ്. ബട്ട് അണ്ടിൽ ദ ലേറ്റ് 1860s the depictions were not common on stage. എന്നാൽ 1860കളുടെ അവസാന ഭാഗത്ത് ഈ പറയുന്ന ഡ്രാമകൾ കോമൺ ആയിരുന്നില്ല, സ്റ്റേജുകളിൽ കോമൺ ആയിരുന്നില്ല എന്നാ പറയുന്നത്. ആഫ്റ്റർ ദ സിവിൽ വാർ ദ ഡ്രാമ ഇന്റൻസീവ്ലി ഷിഫ്റ്റഡ് ടുവേർഡ്സ് റിയലിസം. അതായത് അമേരിക്കൻ സിവിൽ വാറിന് ശേഷം ഈ ഡ്രാമകൾ വളരെ തീവ്രമായിട്ട് റിയലിസത്തിലേക്ക് മാറി. ഷിഫ്റ്റഡ് ടുവേർഡ്സ് റിയലിസം, ഇല്യൂമിനേറ്റിംഗ് ദ സീൻ ഓഫ് ഹംബിൾ ലൈഫ്, ക്രിട്ടിസൈസിങ് സോഷ്യൽ കണ്ടീഷൻസ് ആൻഡ് ക്രിയേറ്റിംഗ് ബിലീവബിൾ ക്യാരക്ടേഴ്സ്. അതായത് ഈ ഡ്രാമകളിലൂടെ ഇല്യൂഷൻസും അതേപോലെ തന്നെ ജനങ്ങളുടെ സാമൂഹ്യ ജീവിതവും അതേപോലെ ക്യാരക്ടേഴ്സിനെ നമുക്ക് ബിലീവബിൾ ആക്കുന്ന രീതിയിൽ, അതായത് വിശ്വസനീയമാക്കുന്ന രീതിയിലായിരുന്നു അവരുടെ അഭിനയമെല്ലാം. ആഫ്റ്റർ ദ 1860s 1860കൾക്ക് ശേഷം മെനി പ്ലേസ് ഇൻകോർപ്പറേറ്റഡ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോഷ്യൽ ഇവന്റ്സ് ഇൻ ടു ദർ വർക്ക്സ്. 1860കൾക്ക് ശേഷം പല നാടകങ്ങളിലും സാമൂഹ്യ സംഭവങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ട് കൊണ്ടുള്ളതായിരുന്നു. ദിസ് ആക്ഷൻ നോൺ ആസ് റിയലിസം. ഇങ്ങനെ യഥാർത്ഥത്തിലുള്ള സാമൂഹ്യ സംഭവങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് പ്ലേ ചെയ്യുന്നതിനെയാണ് നമ്മൾ റിയലിസം എന്ന് പറയുന്നത്. ദിസ് ആക്ഷൻ നോൺ ആസ് റിയലിസം വാസ് മീൻഡ് ആസ് വേ ഫോർ ദ ഓഡിയൻസ് ടു കണക്ട് വിത്ത് ദ ഓവറോൾ ആർക്ക് ഓഫ് സ്റ്റേജ് പെർഫോമൻസ്. ഇത് എന്താണ്, ഓഡിയൻസിനെ
കണക്ട് ചെയ്യുന്നു. ഓവറോൾ ആർക്ക് ഓഫ് പെർഫോമൻസ്. മെനി ബിലീവ് ദാറ്റ് റിയലിസം വാസ് എ കോമ്പിനേഷൻ ഓഫ് ദി ആർട്സ് ആൻഡ് സയൻസ്. പലരും വിശ്വസിച്ചിരിക്കുന്നത് റിയലിസം എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ കോമ്പിനേഷൻ ഓഫ് ദി ആർട്സ് ആൻഡ് സയൻസ്, സയൻസിന്റെയും അതേപോലെ തന്നെ ആർട്സിന്റെയും കോമ്പിനേഷൻ ആണെന്നാണ് പറയുന്നത്. വിച്ച് മീൻ ദ പെർഫോമൻസ് ആഡഡ് ടു ബി വെരിഫയബിൾ. അമേരിക്കൻ റിയലിസം ഇൻ ലിറ്ററേച്ചർ വാസ് എ late 90th century movement that began as a reaction against romanticism and the sentimental tradition associated primarily with the women writers. ഇനി 19ാം നൂറ്റാണ്ടിലെ അമേരിക്കൻ റിയലിസം എന്ന് ലിറ്ററേച്ചറിലെ അമേരിക്കൻ റിയലിസം എന്ന് പറയുന്നത് ഒരു റൊമാൻറ്റിസിസത്തിന് എതിരായിട്ടുള്ള പ്രതികരണമായിരുന്നു. അത് മാത്രമല്ല അവിടെ ഈ പ്ലേകളിലെല്ലാം പ്രാധാന്യം കൊടുത്തിരുന്ന ലിറ്ററേച്ചറിലെല്ലാം പ്രാധാന്യം കൊടുത്തിരുന്നത് വുമൺ റൈറ്റേഴ്സിനായിരുന്നു, അതായത് സ്ത്രീകളായ എഴുത്തുകാർക്കായിരുന്നു. ചീഫ് അമംഗ് ദ ഓതേഴ്സ് റൈറ്റിംഗ് ഇൻ ദിസ് ജനർ വേർ വില്യം ഡിയൻ, ഹോവൽസ്, ഹെൻറി ജെയിംസ്, വാൾട്ട് വിറ്റ്മാൻ, മാർക്ക് ട്വെയിൻ, ജാക്ക് ലണ്ടൻ, കെയ്റ്റ് ചോപ്പിൻ ആൻഡ് സ്റ്റീഫൻ കിങ്. ഇനി നമ്മൾ പറയുന്നത് ആർതർ മില്ലറിന്റെ ലൈഫും വർക്ക്സിനെ കുറിച്ചുമാണ്. In 1920, when World War First had come to an end, it was time in America of the Great Depression that has deeply wounded the American economy and also in psyche. അതായത് 1920 ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ച സമയത്ത് അമേരിക്കയില് ഗ്രേറ്റ് ഡിപ്രഷൻ, വളരെ വലിയൊരു സാമ്പത്തിക മാന്ദ്യം അനുഭവപ്പെട്ടു. അത് മാത്രമല്ല അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ തകർച്ചയുടെ വക്കിലായിരുന്നു. ദ US prosperity in the 1930s had faced a steep though short decline. 1930കളിൽ ഉണ്ടായിരുന്ന അമേരിക്കൻ അഭിവൃദ്ധി പ്രോസ്പെരിറ്റി വളരെ ചെറിയ രീതിയിലെങ്കിലും വളരെ ആഴത്തിൽ അതിന് അധപ്പതനം സംഭവിച്ചു. On October 17, 1915, Arthur Miller, son of Jewish immigrants, was born in Manhattan in New York. His father, Isadore, ran a prosperous garment business, and his mother, Augusta Barnett, was at one time a school teacher. When Isadore's firm began to fail in 1928, the Mills moved to Brooklyn, an area that would be the model for the settings of All My Sons and Death of a Salesman. He inherited a strong sense of mysticism from his mother that would inform his later work. അതായത് ഈ ആർതർ മില്ലർക്ക് തൻ്റെ അമ്മയിൽ നിന്ന് വളരെയധികം മിസ്റ്റിസിസം കരസ്ഥമാക്കാനായിട്ട് അല്ലെങ്കിൽ മിസ്റ്റിസിസം കിട്ടിയിട്ടുണ്ട്. അത് പിന്നീട് അദ്ദേഹത്തിന്റെ രചനകളിലെല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും. As a young boy, Miller came to resent his father's withdrawal from failure. The figure of the failed father would play a significant role in Miller's play. അതായത് ആർതർ മില്ലറുടെ പിതാവ് ഒരു പരാജയപ്പെട്ട മനുഷ്യനായിരുന്നു. പിന്നീടുള്ള ഈ മില്ലറുടെ രചനകളിലെല്ലാം തന്റെ അച്ഛന്റെ ഫെയിലിയറിനെ കുറിച്ച് പരാമർശങ്ങൾ കാണാൻ സാധിക്കുന്നു. The sudden change in fortune had a strong impact on Miller. തന്റെ ഭാഗ്യത്തിൽ വന്ന പെട്ടെന്നുണ്ടായ മാറ്റം മില്ലറിൽ വളരെ വലിയ പ്രഭാവമാണ് ഉണ്ടാക്കിയത്. Miller though was not very lucky as his bicycle was stolen the same week and he realized that no one was immune from the disaster of depression. അത് മാത്രമല്ല കുട്ടിക്കാലത്ത് ഡിപ്രഷൻ ടൈമില് മില്ലറുടെ സൈക്കിൾ മോഷണം പോയി. ആ സൈക്കിൾ മോഷണം പോയതോട് കൂടിയിട്ട് മില്ലർ ഒരു കാര്യം മനസ്സിലാക്കി, എല്ലാവരും, താൻ മാത്രമല്ല അമേരിക്കൻ സിവിലിയൻസ് എല്ലാവരും മിസ്ഫോർച്യൂണിലാണെന്ന്. Because of the effects of depression, Miller's condition was financially unsound and he could not attend the university in 1932 after graduating from high school. After taking admission at the university from high school, University of Michigan in 1934, Miller took up a succession of small jobs such as delivery boy, dishwasher, waiter, warehouse clerk, singer in a local radio station, mice attendant in a laboratory, truck driver, tanker, seaman, factory labor, and shop fitters helper to play his tuition. അതായത് ഈ യൂണിവേഴ്സിറ്റി
പഠിക്കുന്ന സമയത്ത് മില്ലർ ഒരുപാട് തരത്തിലുള്ള ജോലികൾ, ചെറിയ ചെറിയ ജോലികളിൽ ഏർപ്പെട്ടിരുന്നു. Later on, Miller moved to Mickingham and joined the City of University. പിന്നീട് മിക്കിംഗ്ഹാമിൽ ചെന്ന് യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്തു. He studied journalism and participated in a variety of school projects. ജേർണലിസം പഠിക്കുകയും അതേപോലെ ധാരാളം അതുമായി ബന്ധപ്പെട്ട് സ്കൂൾ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കുകയും പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. വിച്ച് അലൗഡ് ഹിം ടു എക്സ്പോസർ. അങ്ങനെ ഈ ജേർണലിസ്റ്റ് എന്ന നിലയിലും അതേപോലെ ജേർണലിസ്റ്റ് എന്ന നിലയിൽ സ്കൂൾ പ്രോജക്റ്റുകളിൽ പങ്കെടുത്ത അനുഭവ പരിചയമാണ് പിന്നീട് അദ്ദേഹത്തെ ഒരു ഫേമസ് റൈറ്റർ ആയി തീരാൻ സഹായിച്ചത്. Additionally, Arthur won an award for one of the works that earned his recognition and decided to focus on playwright as a career. പിന്നീട് അതിനോടൊപ്പം തന്നെ ആർതർ വൺ ആൻ അവാർഡ് ഫോർ വൺ ഓഫ് ദി വർക്ക്സ് ദാറ്റ് ഏൺഡ് ഹിം റെക്കഗ്നീഷൻ. അതായത് ആർതർ വണ്ണിന് തന്റെ കൃതികൾക്ക് കിട്ടിയ അംഗീകാരവും അതോടൊപ്പം തന്നെ ഒരു പ്ലേ റൈറ്ററായി മാറാൻ, അല്ലെങ്കിൽ ഒരു പ്ലേ റൈറ്റർ എന്നതാണ് തന്റെ കരിയർ, പ്ലേ റൈറ്റ് ആണ് തന്റെ കരിയർ എന്ന് ഫോക്കസ് ചെയ്യാൻ സാധിച്ചു. He enrolled in a playwriting seminar which was taught by Kenneth Rowe, an influential person in the field. By having a guide and instructor, Miller was able to win more awards such as Every Hopwood Award for his work titled Honors at Dawn. After the completion of the course, Arthur joined the theatre and worked for the Federal Theatre Project. Nevertheless, the project the working on was abolished and he moved to Brooklyn Navy Yard. While he was there, he managed to write scripts for plays that were to be showcased and on radio broadcasters such as CBS. After courting Mary Grace Slattery, Miller married her and they had 2 children, Jane and Robert. Arthur Miller defined American theater in the 1950s with the seminal plays such as Death of a Salesman and the Crucible. But he was not simply a literary phenomenon. അതായത് ആർതർ മില്ലർ ഒരു ലിറ്റററി ഫിനോമിനൻ ആയിരുന്നില്ല. He became a pop culture sensation when he married Marilyn Monroe in 1956. On the whole, his work were about an individual struggles with an on-off times different, harsh or irrational society, something he learned about first hand when he stood against Senator Ogie McCarthy's House Committee on UN American Activities. Before his death in 1996, 1996 തന്റെ മരണത്തിന് മുൻപ് മില്ലർ ഹാഡ് ഓൾസോ റിട്ടൺ സ്ക്രീൻ പ്ലേസ്. മില്ലർ സ്ക്രീൻ പ്ലേകൾ രചിച്ചിരുന്നു, നോവലുകൾ രചിച്ചിരുന്നു, ഷോർട്ട് സ്റ്റോറീസ്, അതേപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ആൻഡ് ആൻ ഓട്ടോബയോഗ്രഫി, ഇതെല്ലാം രചിച്ചിരുന്നു. ഈ ബേസ്ഡ് വർക്ക്സ് ഓൺ ഹിസ് ഫാമിലി, തന്റെ കുടുംബത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് തന്റെ വർക്കുകൾ നടത്തിയത്. കുടുംബത്തെയും അതേപോലെ തന്നെ ഫ്രണ്ട്സിനെയും സ്വന്തം ജീവിതത്തെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് മില്ലർ തന്റെ പ്രധാനപ്പെട്ട വർക്കുകൾ നടത്തിയിരുന്നത്. ഇനി നമ്മൾ പറയുന്നത് മില്ലറുടെ പ്രധാനപ്പെട്ട കൃതികളെ കുറിച്ചാണ്. മില്ലർ joined a group of writers, publishers and journalists in the early 50s whose objective was to write articles attacking Senator Joseph McCarthy. അതായത് മില്ലർ പിന്നീട് joined a group of writers, എഴുത്തുകാരുടെ ഒരു ഗ്രൂപ്പിൽ ചേർന്നു. അതിനുശേഷം പബ്ലിഷേഴ്സിന്റെയും അതേപോലെ തന്നെ ജേർണലിസ്റ്റിന്റെ ഒക്കെ ആദ്യ 50കളുടെ ആദ്യ സമയത്ത് ജേർണലിസ്റ്റുകളുടെയും പബ്ലിഷേഴ്സിന്റെ ഒക്കെ ഒരു ഗ്രൂപ്പിൽ ചേർന്നു. Who was write articles attacking Senator Joseph McCarthy. None of the newspapers were willing to publish their articles. പക്ഷെ ഒരു ന്യൂസ് പേപ്പറുകളും ഈ മില്ലറുടെ ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യാനായിട്ട് സമ്മതിച്ചില്ല. The FBI infiltrated their group as a result of which the group broke up. Miller was called before the HUAC in 1956 to identify those who attended the meetings which he refused, and as a punishment he was fined and sentenced to prison for contempt of Congress and denied passport to attend the Belgium
opening of the crucible in 1954. A year later, Marilyn Monroe died of overdose of drugs, and in February 1962, Miller married for the third time. Austrian photographer Ingmar. Their first child, Rebecca, was born in September the same year, followed by their second child, Daniel, in November 1966. ഇനി നമ്മൾ പറയുന്നത് ഇത്രയും പറഞ്ഞത് മില്ലറുടെ ലൈഫിനെ കുറിച്ചാണ്. ഇനി മില്ലറുടെ കരിയറിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. മില്ലേഴ്സ് ഫസ്റ്റ് പ്ലേ ടു മേക്ക് ഇറ്റ് ടു എ ബ്രോഡ്വേ, ദ മാൻ ഹൂ ഹാഡ് ഓൾ ദ ലക്ക്, വാസ് എ ഡിസ്മൽ ഫെയിലിയർ, ക്ലോസിംഗ് ആഫ്റ്റർ ഓൺലി 4 പെർഫോമൻസസ്. മില്ലറുടെ ആദ്യത്തെ നാടകം ഫസ്റ്റ് പ്ലേ എന്ന് പറയുന്നത് മില്ലേഴ്സ് ഫസ്റ്റ് പ്ലേ ടു മേക്ക് ഇറ്റ് ടു ബ്രോഡ്വേ, The Man Who Had All the Luck was a dismal failure, closing after only 4 performances. This early setback almost discouraged Miller from writing completely, but they gave himself one more try. 3 years later, All My Sons won the New York Drama Critics Circle Award as the best play of 1947. Critics launching Miller into theatrical stardom. All My Sons, a drama about a manufacturer of faulty war materials, was strongly influenced by the naturalist drama of Henrik Ibsen. Along with the Death of a Salesman, All My Sons and The Man Who Had All the Luck from a thematic trilogy of plays about love triangles involving fathers and sons. The drama of the family is at the core of all of Miller's major plays. But now where is it more prominent than in All My Sons and Death of a Salesman? Death of a Salesman secured Miller's reputation as one of the nation's foremost playwright. അതായത് ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ എന്ന് പറയുന്നത് മില്ലർക്ക് എന്താ പറയുന്ന ഏറ്റവും ബഹുമാനം നേടിക്കൊടുത്ത ഒരു പ്രധാന കൃതിയാണ്. മില്ലേഴ്സ് reputation as one of the nation's foremost playwrights. In this play, Miller mixes the tradition of social realism that informs most of his work with a more experimental structure that includes fluid leaps in time as a protagonist. Willie Loman drifts into memories of his sons as teenagers. Loman represents an American archetype, a victim of his own delusions of grandeur and obsession with success, and haunted by a sense of failure. Miller won a Tony Award for Death of a Salesman as well as a Pulitzer Prize. അതായത് മില്ലർക്ക് കിട്ടിയിട്ടുള്ള ഫസ്റ്റ് അവാർഡ് എന്ന് പറയുന്നത് ടോണി അവാർഡ് ഫോർ ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ. കിട്ടിയ കൃതി ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ as well as Pulitzer Prize. The play has been frequently revived in film, television, and stage versions that have included actors such as Dustin Hoffman, George C. Scott, and most recently Brian Denny in the part of Willie Loman. Miller followed Death of a Salesman with his most politically significant work. മില്ലറുടെ ഏറ്റവും രാഷ്ട്രീയപരമായിട്ടുള്ള പ്രധാന കൃതിയാണ് ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ. Miller followed Death of a Salesman with his most politically significant work, The Crucible, a tale of the salesman with the trials that contains obvious analogies to the MC Carthy anti-communist hearings in 1950s America. The highly controversial nature of the politics of the Crucible, which loads those who refuse to name names, led to the play's mixed response. In later years, however, it has become one of the most studied and performed plays of American theatre. 3 years after the Crucible, in 1956, 1956-le
ക്രൂഷ്യബിളിന് 3 വർഷം കഴിഞ്ഞപ്പോൾ മില്ലർ ഫൗണ്ട് ഹിംസെൽഫ് പെർസിക്യൂട്ടഡ് ബൈ ദ വെരി ഫോഴ്സ് ദാറ്റ് he warned against when he was called to testify before the House and American Activities Committees. Miller refused to name people he allegedly saw at a communist writers meeting a decade before, and he was convicted of contempt. He later won an appeal. Also in 1956, Miller married actress Marilyn Monroe. The two divorced in 1961, 1 year before her death. That year, Monroe appeared appeared in her last film, The Misfits, which is based on an originally screenplay by Miller. After divorcing Monroe, Miller wed Ingeborg Morath, to whom he remained married until his death in 2005. അപ്പോ നമ്മൾ പറഞ്ഞത് ആർതർ മില്ലറെ കുറിച്ചാണ്. അമേരിക്കൻ ലിറ്ററേച്ചർ തുടങ്ങുന്നത് തന്നെ, അല്ലെങ്കിൽ അമേരിക്കൻ ലിറ്ററേച്ചറിന്റെ ആദ്യ കാലങ്ങളിലുള്ള വർക്കുകൾ എന്ന് പറയുന്നത് അമേരിക്കൻ ഇക്കോണമിയെ കുറിച്ചുള്ള ഒരു വിവരണമാണ്. അതായത് സിവിൽ വാറുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ ജനത നേരിട്ട പ്രശ്നങ്ങള്, അമേരിക്കൻ സാമ്പത്തിക തകർച്ച, പിന്നീട് ഒന്നാം ലോകമഹായുദ്ധം അവസാനിച്ചു കഴിഞ്ഞപ്പോൾ അമേരിക്കയിലെ രാഷ്ട്രീയപരമായിട്ടുള്ള സ്ഥിതിഗതികള്, ജനങ്ങളുടെ ജീവിതം, ഇതെല്ലാം ആയിരുന്നു ആദ്യകാല അമേരിക്കൻ സാഹിത്യം എന്ന്, അല്ലെങ്കിൽ അമേരിക്കൻ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. പിന്നീട് ആർതർ മില്ലറിന്റെ രചനകളിലൂടെ, അദ്ദേഹം തന്റെ രചനകളിലൂടെ അല്ലെങ്കിൽ എന്താ പറയുന്നത്, തന്റെ പ്ലേകളിലൂടെ റൊമാൻറ്റിസിസം കൊണ്ടുവന്നു എന്നാ പറയുന്നത്. അതായത് റിയൽ ലൈഫ്, ഓരോ പ്ലേയിലും, ആർതർ മില്ലറുടെ ഓരോ പ്ലേയിലും കാണുന്നത് യഥാർത്ഥ ജീവിത സംഭവങ്ങളാണ്. പൊളിറ്റിക്കൽ ഇവന്റ്സ് ആയാലും അല്ലെങ്കിൽ മറ്റെന്ത് കാര്യമായാലും അത് റിയലിസ്റ്റിക് ആയിട്ട് മാറിയെന്നാ പറയുന്നത്. റൊമാൻറ്റിസിസത്തിൽ നിന്ന് റിയലിസ്റ്റിക് ആയിട്ട് മില്ലറുടെ കൃതികൾ മാറി. അദ്ദേഹത്തിന്റെ സാമൂഹ്യ ജീവിതം, അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ അച്ഛന് നേരിടേണ്ടി വന്ന പരാജയം, ഇതെല്ലാം തന്റെ രചനകളിലൂടെ മില്ലർ തുറന്നു കാണിച്ചിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ പ്ലേകള് സ്റ്റേജ് പ്ലേ ആയിട്ട് മാറി. അങ്ങനെ സ്റ്റേജ് പ്ലേ ആയിട്ട് മാറിയപ്പോൾ പലതരത്തിലുള്ള ഓഡിയൻസ് ഏത് തരത്തിലുള്ളവരായാലും അവർക്കെല്ലാം ആസ്വാദ്യകരമായ രീതിയിലായിരുന്നു ഈ പ്ലേകളെല്ലാം അവതരിപ്പിക്കപ്പെട്ടത്. ഇനി നമ്മള് പ്ലേ ഓപ്പൺഡ് അറ്റ് ദ കൊറോണേറ്റ് തിയേറ്റർ ഇൻ ന്യൂയോർക്ക്, അതായത് ആർതർ മില്ലറുടെ ഒന്നാമത്തെ നാടകം ആദ്യമായിട്ട് തിയേറ്ററിൽ അവതരിപ്പിച്ചത് 1947 ജനുവരി 29 തീയതിയാണ്. ഇറ്റ് റാൻ ഫോർ 328 പെർഫോമൻസസ് ആൻഡ് ഗാർണേഡ് ഇമ്പോർട്ടന്റ് ക്രിട്ടിക്കൽ acclaim for the dramatist, winning the prestigious New York Drama Critics Circle Award. അതായത് ഈ പറയുന്ന ഓൾ മൈ സൺസ് എന്ന ആർതർ മില്ലറുടെ കൃതിക്ക് ധാരാളം അവാർഡുകളും കിട്ടിയിട്ടുണ്ട്. പ്രസ്റ്റീജിയസ് ന്യൂയോർക്ക് ഡ്രാമ ക്രിട്ടിക്സ് അവാർഡ്, അതേപോലെ തന്നെ സർക്കിൾ അവാർഡ്, ഇതെല്ലാം കിട്ടിയ കൃതിയാണിത്. ന്യൂയോർക്ക് ഡ്രാമ ക്രിട്ടിക്സ് സർക്കിൾ അവാർഡ്. He got the main idea of the play stuck him after knowing the family in which a daughter had taken her father to the authorities for selling faulty machines to the army. അതായത് ഈ ഓൾ മൈ സൺസ് എന്ന ആ പ്ലേയുടെ എന്താ പറയുക ഇതിവൃത്തം എന്ന് പറയുന്നത്, ഒരു മകള് തന്റെ അച്ഛനെ ഫോൾട്ടി മെഷീൻസ് വിറ്റത് കൊണ്ട് നിയമ അധികാരികളുടെ മുന്നിൽ എത്തിക്കുന്നതാണ്. He got the main idea of the play stuck him after knowing the family in which a daughter had taken her father to the authorities for selling
faulty machines to the army. After reading the account of the Truman Committee investigation into allegedly faulty airplanes parts manufactured in Ohio 4 years ago. അപ്പോൾ ഈ ഓൾ മൈ സൺസില് സൺസ് എന്ന് പറയുന്ന പ്ലേയുടെ ഇതിവൃത്തം ഒരു ആള് സൈന്യത്തിന് വേണ്ടിയിട്ട് മോശമായ ഫോൾട്ട് വന്ന മെഷീനുകൾ സപ്ലൈ ചെയ്യുന്നു. അത് അയാളുടെ മകൾ കണ്ടുപിടിക്കുകയും അത് ആ സത്യം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ചെയ്ത ആ ഒരു ഇൻസ്പിറേഷനിൽ നിന്നാണ് ആർതർ എന്ത് ചെയ്തെന്ന് പറയുന്നത് ഓൾ മൈ സൺസ് എന്ന പ്ലേ രചിച്ചത്. Miller's decision of writing the play was so that even the actual criminal on reading it would have to say that it was true and sensible and as a real as his life. അപ്പൊ മില്ലർ ഇത് രചിച്ചത് എന്താന്ന് വെച്ചാൽ ഒരു ക്രിമിനല്, യഥാർത്ഥത്തിലുള്ള ഒരു ക്രിമിനല് ഇത് വായിക്കുമ്പോ ഇത് സത്യമാണ് എന്ന് തന്റെ അറിവ് ഉപയോഗിച്ച് മനസ്സിലാക്കണം. All My Sons was highly recognized by audiences and its success go to the recognition of the author as well as his financial position also became very strong. അപ്പൊ അങ്ങനെ ഈ ഓൾ മൈ സൺസ് വളരെ വലിയ വിജയമായി തീർന്നു. ഓഡിയൻസ് വളരെയധികം എന്താ പറയുന്ന ആസ്വാദ്യകരമായ രീതിയിൽ അത് രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു. അങ്ങനെ ഫിനാൻഷ്യൽ പൊസിഷൻ ഈ പ്ലേയുടെ എന്താ പറയുന്ന പെർഫോമൻസോടുകൂടി അദ്ദേഹത്തിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ വർദ്ധിച്ചു. അങ്ങനെ ഫിനാൻഷ്യൽ പൊസിഷൻ നല്ല എന്താ പറയുക ശക്തമായ രീതിയിലായി. ഇനി നമ്മൾ പറയുന്നത് സ്ട്രക്ചർ ആൻഡ് പ്ലോട്ട് ഓഫ് ഓൾ മൈ സൺസ്. ഓൾ മൈ സൺസ് ഈസ് റിഗാർഡഡ് ആസ് ദ ഫസ്റ്റ് ഓഫ് മില്ലർസ് മേജർ പ്ലേസ് വിച്ച് വാസ് വെൽ കൺസ്ട്രക്റ്റഡ് ആൻഡ് എവരി റിയലിസ്റ്റിക് ടു. ആർതർ മില്ലറുടെ ഒരുപാട് പ്ലേകളുണ്ട്. അതിൽ ഏറ്റവും ഒന്നാമത്തെ പ്ലേ ആണ്. അത് മാത്രമല്ല ഇത് റിയലിസ്റ്റിക് പ്ലേ ആണ്, യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്ന പ്ലേ ആണെന്നാണ് പറയുന്നത്. All My Sons Miller evidenced the strong influence of both Henrik Ibsen and Greek tragedy, developing a formula that he would brilliantly exploit in his next plays. The play follows the pattern with a proper link, relevant link between previous actions and present consequences. അതായത് the play follows the pattern with a proper link. ഈ പ്ലേയിൽ ഒരു പ്രോപ്പർ ലിങ്ക് ഉണ്ട്, റെലവന്റ് ലിങ്ക് ബിറ്റ്വീൻ പ്രീവിയസ് ആക്ഷൻസ് ആൻഡ് പ്രസന്റ് കോൺസിക്വൻസ്. അതായത് മുൻപുണ്ടായിരുന്ന സംഭവങ്ങളും ഇപ്പൊ നടക്കുന്ന മുൻപുണ്ടായിരുന്ന സംഭവങ്ങൾ കൊണ്ട് ഇപ്പൊ അതിന്റെ ഉണ്ടായ അനന്തരഫലങ്ങളും എല്ലാം കൃത്യമായിട്ട് ഈ പ്ലേയിൽ ആർതർ പറയുന്നുണ്ട്. ഓൾ മൈ സൺസ് ടെൽസ് ദ സ്റ്റോറി ഓഫ് എ ജോ കെല്ലർ, എ സക്സസ്ഫുൾ മിഡിൽ ഏജ്ഡ് സെൽഫ് മെയ്ഡ് മാൻ who has done a terrible and tragic thing. He framed his business partner for a crime and engineered his own exoneration. Now his son is about to marry the partner's daughter. The affair is revisited and his life is unraveled. Joe and Kate Keller had two sons, Chris and Larry. Larry Keller owned a manufacturing plant with Steve Deaver, and their families were close. Steve's daughter Anne was Larry and George was there when the war came. Both Keller's boys and George drafted. During the war, Keller's and Deaver's manufacturing plant had a very profitable contract with the US Army supplying airplane parts. One more shipment of defective parts came in. Under pressure from the army to keep up the output, Steve and old Keller, who had not yet come into the work morning to ask what he should do. Keller told that he welded the cracks in the airplane parts and shipped to out. Steve was nervous about doing this alone. Keller said that he had the flu and could not get work. Steve shipped out the defective but possible parts on his own. ഇവിടെ നമ്മൾ പറയുന്നത് ആർതർ മില്ലറുടെ ഓൾ മൈ സൺസ് എന്ന പ്ലേ എങ്ങനെ ഉണ്ടായി,
എന്താണ് ആ ഓൾ മൈ സൺസ് എന്ന പ്ലേയിലൂടെ അദ്ദേഹം പറയാൻ ആഗ്രഹിച്ചിരിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. Okay, today we will wind up the class.